ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഒരു സർജറി പരിഹാരമുണ്ട്, ഈ ബെറിയാട്രിക് സർജറി. അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൗന്ദര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ജങ്ക് ഫുഡ് സംസ്കാരവും ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതും സ്ഥിരമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നതൊക്കെ ക്യാൻസർ പോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചോറ് കഴിക്കലെന്ന് പറയുമ്പോൾ ഉടനെ ഒരു നേരെ ചപ്പാത്തിയിലോട്ട് പോകും. ചോറിനകത്തും ചപ്പാത്തിക്കകത്തും ഈ അന്നത്തിൻ്റെ അംശം ഒന്ന് തന്നെയാണ്. പിന്നെ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേറെയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓട്സ് കഴിക്കുക, അങ്ങനെ സ്ഥിരമായിട്ട് ഓട്സ് കഴിച്ചാൽ ആർക്കും അത് തൃപ്തിപ്പെടുക. അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഉഴുന്ന പ്രോട്ടീനാണ്, അരി അന്നജമാണ്. അപ്പം ഉഴുന്നിൻ്റെ അളവ് കൂട്ടുകയും അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്ത് പാചകം ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് അഡ്വൈസ് ചെയ്യാനുള്ളത്. കീഹോൾ സർജറി വഴി ഡയബറ്റിസ് ക്യൂർ ചെയ്യാമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. എൻ്റെ നിരവധി രോഗികളുണ്ട് സാക്ഷ്യം പറയാനായിട്ട്. NABH accredited ആയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ with 40 specialty in all medical disciplines with more than 300 beds with advanced technology, expert doctors and modern infrastructure. SK Hospitals, touching human lives. ഡോക്ടർ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഡോക്ടറെ അടുത്ത് കിട്ടുമ്പോൾ എനിക്ക് ശരിക്കും ആദ്യം ചോദിക്കാൻ തോന്നുന്നത്, നമ്മുടെ ചവറയിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഡോക്ടർ വരുന്നത്, അതായത് ഒരു ഐലൻഡിൽ നിന്നാണ് ഡോക്ടർ വരുന്നത്. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്. പക്ഷേ അച്ഛനത് കാണാൻ പറ്റിയില്ല. എങ്കിലും ആ ആഗ്രഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അങ്ങ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ ജേണി ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങയുടെ പ്രൊഫഷനെ എങ്ങനെയാണ് ആസ് എ ഡോക്ടർ എന്തായിരിക്കണം ഒരു ഡോക്ടർ എന്ന് ചോദിച്ചാൽ എന്താവും പറയുക? ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് വേണ്ടി തൻ്റെ സേവനം, അത് ഇപ്പോൾ അതൊരു ഫീസോട് കൂടിയോ അല്ലാതെയോ, അതിന് സേവനം എന്ന് പറഞ്ഞാൽ അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ. ആ അർപ്പണബോധം നമുക്ക് സ്ഥായിയായിട്ടുണ്ടാവേണ്ടതാണ്. അത് നമുക്ക് മെറിറ്റിൽ നിന്ന് കിട്ടുമോ? അത് നമുക്ക് മാർക്കുകളിൽ നിന്ന് കിട്ടത്തില്ല. അത് നമ്മുടെ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. ആ അർപ്പണബോധം ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ ഇടം വരെ എത്തിയിരിക്കുന്നത്. ഇതൊരു വലിയ യാത്രയായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം ഒട്ടേറെ സർജറികൾ കഴിഞ്ഞു. അപ്പോൾ അങ്ങയുടെ മുന്നിൽ വരുന്ന മനുഷ്യരുണ്ടാവില്ലേ, ഇപ്പം വയറിനുള്ളിൽ ക്യാൻസർ ആയിട്ടായാലും മറ്റു മുഴകളായിട്ടായാലും ഒക്കെ സർജിക്കൽ ടേബിളിലേക്ക് എത്തുന്ന മനുഷ്യരെ കാണുമ്പോൾ അങ്ങക്ക് ശരിക്കും തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ജീവിച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇത്ര നേരത്തെ എൻ്റെ അടുത്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചെങ്കിൽ ഇത്ര നേരത്തെ എൻ്റെ അടുക്കൽ എത്തണ്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പറയാമോ? അത് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഈ വരുന്ന രോഗികൾ ക്യാൻസർ ആവട്ടെ അല്ലാത്ത അസുഖങ്ങളാകട്ടെ, അവർ കുറച്ചുകൂടി മുമ്പേ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കംപ്ലീറ്റായിട്ട് അവർക്ക് ജീവിതം യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ ജീവിച്ചു പോകാവുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അവർ വെച്ചുകൊണ്ടിരുന്ന് ലേറ്റാക്കി. ആ വെച്ചുകൊണ്ടിരുന്ന് ലേറ്റാക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ പ്രാഥമികമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു ലക്ഷണങ്ങളുണ്ടായാൽ അത് സ്വയം ചികിത്സിക്കാതെ അത് ഏതെങ്കിലും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിച്ച് അത് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രാഥമികമായിട്ട് വേണ്ടുന്നത്. ആ ഒരു ലാക്വന ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ പറയാനുള്ളത്, ഈ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട്, അത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയായിരിക്കും. എങ്കിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു ഗ്യാസ്ട്രോ സർജനെ സംബന്ധിച്ച് ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോയാലെന്ന് തോന്നിയിട്ടുള്ളത്? ഒന്ന് വ്യായാമം. നമുക്ക് പഴയ കണക്കല്ലല്ലോ. ഇപ്പോൾ വണ്ടികളില്ലാത്ത വീടുകളില്ല. മിക്കവാറും നമ്മൾ വണ്ടികളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ ചെന്നാണ്, ഗൂഗിൾ മാപ്പ് വഴി ഡെസ്റ്റിനേഷൻ ചെന്നാണ് ഇറങ്ങുന്നത്. അവിടെ നമ്മൾ നടക്കുകയോ മറ്റ് വ്യായാമത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല. കൂടുതലും ആൾക്കാർക്കും സെഡൻറ്ററി വർക്കാണ്. ഈവൻ സെഡൻറ്ററി വർക്കുകളാണ് കൂടി വരുന്നത്. വ്യായാമം ചെയ്യുന്ന വർക്കുകൾ കുറഞ്ഞു. കാരണം മെഷീൻസ് വന്നതോടുകൂടി ഈ ഓരോ ഇപ്പം തടിയെറുക്കുന്ന മെഷീനായാലും ഏത് സാധനമായാലും പണ്ടത്തെ ഇതല്ലല്ലോ. എല്ലാത്തിനും മെഷീനും മിക്സിയും പണ്ട് അരിയാട്ടുകയും ഇതിനെ മാവിന് ഇടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് പകരം മെഷീൻസ് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വ്യായാമം തീരെ ഇല്ലാതായി. അത് കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ അടിയിക്കുകയും
ഈ അമിതവണ്ണത്തിന് കാരണമാക്കുകയും, അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ വണ്ണത്തിൻ്റെ മാത്രം കാര്യമല്ല, ഒരു സൗന്ദര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഹൃദ്രോഗങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ജോയിൻറ്റ് പെയിൻസ് പ്രദാനം ചെയ്യുന്നു, ഹൈപ്പർ ടെൻഷൻ പ്രദാനം ചെയ്യുന്നു, ഡിസ്ലൈപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോളിനുള്ള വ്യതിയാനങ്ങൾ പ്രദാനം ചെയ്യുന്നു, ക്യാൻസർ തരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ഈ വ്യായാമമില്ലായ്മ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഭയങ്കരമായിട്ട് കൂടി വരിക. ഫാസ്റ്റ് ഫുഡ് കൊണ്ടിട്ട് ചെയ്യുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫുഡുകളെന്ന് പറഞ്ഞാൽ ഒന്ന് ഡീപ്പ് ഫ്രൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോർഡ് ഐറ്റംസ് ആയിരിക്കും. ഇപ്പോൾ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിരന്തരം കഴിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് അന്നനാളത്തിലും ഈ കുടലിൻ്റെ വശങ്ങളിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവുകയും അത് പിന്നെ അർബുദത്തിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. പിന്നെ ചില ഐറ്റം ഫുഡുകൾ മാത്രമേ കഴിക്കുന്നുള്ള വാശിക്കാരുണ്ട്. നമ്മുടെ തീരെ ഹെൽത്തി അല്ലാത്ത ഫുഡ് മാത്രം കഴിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹാബിറ്റ്സ് ലൈക്ക് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ഒരു പക്ഷേ പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എന്നിരിക്കലും മറ്റ് ലഹരി ഉപയോഗങ്ങളും ആൽക്കഹോളും എല്ലാം ഈ അർബുദം ഉണ്ടാക്കുന്നതിനും മറ്റ് ശരീരത്തിൽ മറ്റ് കേടുകൾ ഉണ്ടാക്കുന്നതിനും കൂടുതലും പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ജീവിതശൈലിയിലുണ്ടാകുന്ന രോഗങ്ങളാണ് ഇപ്പോഴും കൂടുതൽ വർദ്ധിച്ചു വരുന്നത്. പണ്ട് ജനിതകമായിട്ടുള്ള രോഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ജനിതകമായിട്ടുള്ള രോഗങ്ങളുണ്ട്, അതും വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന റേഡിയേഷൻ അതുപോലുള്ള സാധനങ്ങളും വർദ്ധിച്ചു വരികയാണ്. കാരണം വെച്ചാൽ പൊല്യൂഷൻ കൊണ്ടുണ്ടാക്കുന്ന വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ വികിരണങ്ങൾ കൊണ്ടിട്ടിട്ട് ഈ കരിമണ്ണിൻ്റെ വികിരണങ്ങളുള്ള കാരണങ്ങളെല്ലാം വർദ്ധിച്ചു വരികയാണ്. അതിനോടൊപ്പം ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ജങ്ക് ഫുഡ് സംസ്കാരവും ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതും സ്ഥിരമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നതൊക്കെ ഇത് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ അരുതുകൾ പറയുമ്പോൾ എന്താണ് എന്നും കൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഗഡ് ഹെൽത്തിന് നിങ്ങൾക്ക് ഇന്ന ഫുഡൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളെപ്പം എപ്പോഴും പറയാറുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് നിക്ഷേപിക്കപ്പെടുന്നത് കൂടുതലും അന്നജം ശരീരത്തിൽ കൂടുതൽ കയറുന്നത് കൊണ്ടാണ്. അന്നജം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാർച്ച് ഐറ്റംസാണ്. അത് ചോറ്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള. നമ്മൾ ചോറ് കഴിക്കലെന്ന് പറയുമ്പോൾ ഉടനെ ഒരു നേരെ ചപ്പാത്തിയിലോട്ട് പോകും. ചോറിനകത്തും ചപ്പാത്തിക്കകത്തും ഈ അന്നജത്തിൻ്റെ അംശം ഒന്ന് തന്നെയാണ്, ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ ചപ്പാത്തിയിലോട്ട് ഒരുപക്ഷെ ഡയബറ്റിക് പേഷ്യൻ്റെ അടുത്ത് പോകാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചോറ് കഴിക്കുന്ന അത്ര അളവ് ഒരുപക്ഷെ ചപ്പാത്തി കഴിക്കില്ലായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങോട്ട് മാറാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് ലോജിക്കലി ശാസ്ത്രീയതയില്ല. ശാസ്ത്രീയത ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ടിനകത്ത് ഏകദേശം ഒരേ അന്നജമാണുള്ളത്. അപ്പോൾ അന്നജത്തിൻ്റെ അംശം സാധാരണ കഴിക്കുന്നതിനെക്കാട്ട് കുറയ്ക്കുക. നമ്മൾ പുട്ടും കടലയും കഴിക്കുന്നതിന് പകരം കടലയും പുട്ടും ആക്കുക എന്നുള്ളതാണ് മനസ്സിലായി. അപ്പോൾ കൂടുതൽ, അതായത് മാംസ്യമാണ് കടല എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. പ്രോട്ടീൻ കൂടുതലാക്കുകയും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് കഴിയുന്നത് ഒഴിവാക്കുക. വളരെ ആഘോഷവേളയിലെങ്ങാനും ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് സ്ഥിരമായിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഉപയോഗിക്കുക. ഉള്ള സാധനങ്ങളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ 100% സ്റ്റാർച്ചാണ്. അപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ സ്വീകരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമല്ല കിഴങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത്. കിഴങ്ങ് നമുക്ക് ടപ്പിയോക്ക ആയാലും പൊട്ടാറ്റോ ആയാലും എല്ലാം കാർബോഹൈഡ്രേറ്റാണ്. അതിൻ്റെ അമിതമായ ഉപയോഗവും ഈ കൊഴുപ്പടിയുന്നതിന് കാരണമാവുന്നു. അപ്പം പിന്നെന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേറെയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പച്ചക്കറികളുണ്ട്, നല്ല പച്ചക്കറികൾ. ഈ വിഷം ചേർന്ന പച്ചക്കറികളല്ല ഉദ്ദേശിച്ചത്. നല്ല പച്ചക്കറികൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അഭികാമ്യമാണ്. പക്ഷേ അതിൽ നമുക്ക് വീട്ടിൽ കിട്ടാത്ത പച്ചക്കറികളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കൃത്യമായി നോക്കിയിരിക്കണം ഇത് പെസ്റ്റിസൈഡ്സ് ചേർന്നതാണോ അല്ലാത്തതാണോ എന്നുള്ളത് കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കൂടുതലും പ്രോട്ടീൻ്റെ അംശം കൂട്ടുകയും കാർബോഹൈഡ്രേറ്റിൻ്റെ അംശം കുറയ്ക്കുകയും അതേപോലെ തന്നെ പച്ചക്കറിയുടെയും പഴവർഗ്ഗങ്ങളുടെയും അംശം കൂട്ടുകയും ആണ് ഹെൽത്തി ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, ഈ ഗഡ് ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു ഡൗട്ട് കൂടിയുണ്ട്. ഇപ്പോൾ കുറേ റീൽസിലൊക്കെ കാണുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഓവർനൈറ്റ് ഓട്സ്. അത് ഓട്സ് നല്ലൊരു സംഗതി തന്നെയാണോ? ഓട്സ് കഴിക്കുക, അങ്ങനെ സ്ഥിരമായിട്ട് ഓട്സ് കഴിച്ചാൽ ആർക്കും അത് തൃപ്തിപ്പെടുക.
അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമുക്ക് വെറൈറ്റി ഫുഡ് ആവശ്യമാണ് അല്ലേ. ഒരു ദിവസം ദോശയാണെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഒരു വെറൈറ്റി ഫുഡ് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. അപ്പം ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഉഴുന്ന് പ്രോട്ടീനാണ്, അരി അന്നജമാണ്. അപ്പം ഉഴുന്നിൻ്റെ അളവ് കൂട്ടുകയും അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്ത് പാചകം ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് അഡ്വൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്ത് എപ്പോഴും ഒരു കണ്ണ് വേണം. നമ്മൾ എത്ര ക്വാണ്ടിറ്റി അന്നജം ഉപയോഗിക്കുന്നു, എത്ര ക്വാണ്ടിറ്റി പ്രോട്ടീൻ ഉപയോഗിക്കുന്നു എന്നുള്ള കണ്ണുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഇഡ്ഡലി ഉപയോഗിക്കാൻ ഒരു ദിവസം ദോശയാണെങ്കിൽ ഒരു ദിവസം ഇഡ്ഡലി ഉപയോഗിക്കാമല്ലോ. ഇഡ്ഡലിക്കകത്തും ഈ പ്രോട്ടീൻ ഉഴുന്ന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അനുപാതത്തിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തുടരുന്ന തന്നെ നമുക്ക് തുടർന്ന് വരെ അതിലൊരു ശ്രദ്ധ പുലർത്തിയ നമ്മൾ ഒരുപക്ഷെ ചിലർ പറയും എനിക്ക് ഞങ്ങൾ വാങ്ങിക്കുന്നത് പാക്കഡ് ഐറ്റംസാണ്. ഈ പാക്കഡ് ഐറ്റംസിനകത്ത് തന്നെ ഉഴുന്ന് കൂടുതൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പല നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പുകവലി മദ്യപാനമൊക്കെ പറഞ്ഞു. ഇപ്പോൾ മദ്യപാനത്തെക്കുറിച്ച് ആൾക്കാർക്കുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് മദ്യപിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു കാര്യം, അത് നല്ലതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താ അത് പണ്ട് കാലങ്ങളിൽ ഏകദേശം 60 ml ദിവസം കഴിക്കുന്നത് നല്ലതാണെന്നുള്ളൊരു ധാരണ എങ്ങനെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. ഇനി മറ്റു ചിലർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബിയർ കുഴപ്പമില്ല, അല്ലെങ്കിൽ വൈൻ കുഴപ്പമില്ല, മറ്റ് ഹാർഡ് ലിക്വേഴ്സാണ് കുഴപ്പമൊന്നും. ഇതെല്ലാം തെറ്റായ. ഇതിനകത്ത് നമ്മൾ ഈ ആൾക്കാരുടെ കാര്യത്തിൽ പറയുന്നത് ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഗ്രാമിലാണ്, ഈ ഡോക്ടേഴ്സ് ഗ്രാമിലാണ് ഈ ക്വാണ്ടിറ്റി. ഇത് നിശ്ചിത ഗ്രാമിനപ്പുറത്തേക്ക് ഇത്ര കാലയളവിലേക്ക് ഇത് സാധനം അകത്ത് തന്നാൽ, അത് ബിയറാവട്ടെ വൈനാവട്ടെ, വൈനായാലും ബിയറായാലും ബിയർ കഴിക്കുന്ന ക്വാണ്ടിറ്റി അല്ലല്ലോ ഹാർഡ് ലിക്വർ കഴിക്കുന്നത്, രണ്ടും ഡിഫറെൻ്റാണ്. അപ്പം ഈ അകത്തുള്ള സാധനം ഒന്ന് തന്നെയാണ്, മീൻസ് ഗ്രാം വെച്ച് കൂട്ടുമ്പോൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ്. കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല, കുറച്ച് കഴിച്ചാൽ നല്ലതാണെന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഏത് അളവായാലും അത് നമ്മുടെ ശരീരത്തിൽ നാശം തന്നെയാണ്, പ്രത്യേകിച്ച് ലിവറിന്. ഡോക്ടർ, അതുപോലെ തന്നെ അങ്ങയുടെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ്, ഈ തെക്കൻ കേരളത്തിലുള്ള ക്യാൻസറും വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോഴുള്ള ക്യാൻസറും തമ്മിൽ ആൾക്കാർക്കുണ്ട് ക്യാൻസർ. അത് കൂടുതലും ഒന്ന് നമ്മുടെ വികീർണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ കരിമണൽ കൂടുതലുള്ള ഭാഗത്ത് ക്യാൻസറിൻ്റെ ഇത് കൂടുതലുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ കോസ്റ്റൽ ഏരിയ കരിമണൽ, അതിനകത്തുനിന്ന് റേഡിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്, വികീർണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ മലപ്പുറത്ത് കഴിക്കുന്ന ഫുഡല്ല നമ്മുടെ തിരുവനന്തപുരത്ത് കഴിക്കുന്നത്. അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഈ തെക്കിലേക്ക് വരുമ്പോൾ ഈ കോളറക്ടൽ ക്യാൻസർ കൂടുന്നു, അങ്ങനെയാണ്? അപ്പർ ജി ക്യാൻസേഴ്സ് ഡെഫിനറ്റായിട്ട് ഇത് കൂടും. മലബാർ ക്യാൻസേഴ്സിൻ്റെ അടുത്ത് കുടിക്കാൻ കൂടുതലും അപ്പർ ജി ക്യാൻസേഴ്സ് ആയിരിക്കും. അപ്പർ ജി എന്ന് പറഞ്ഞാൽ അന്നനാള ആമാശയം ഭാഗങ്ങളിലെന്ന് പറഞ്ഞാൽ അതിന് അപ്പർ ജി എന്ന് പറയുന്നത്, അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്. അതേസമയം നമ്മൾ RCSലെ കണക്ട് എടുത്ത് നോക്കിയാൽ കോളറക്ടലായിരിക്കും ചെയ്തിട്ടുണ്ടാവും. ഞാൻ തന്നെ ഏകദേശം ഒരു 3600 കോളറക്ടൽ ക്യാൻസേഴ്സ് ലാപ്രോസ്കോപ്പി വഴി നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാത്രം കണക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ ഡോക്ടേഴ്സ് ഉള്ളത്. അപ്പം പല ഡോക്ടർമാരുടെ അക്യുമുലേറ്റഡ് ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ പക്ഷേ നമുക്ക് ഭയങ്കര ഭയാനകമായ രീതിയിലുള്ള നമ്പേഴ്സാണ് ഉള്ളത് കോളറക്ടൽ ക്യാൻസേഴ്സ്, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ. വടക്കൻ കേരളത്തിൽ കൂടുതലും അപ്പർ ജി ക്യാൻസർ, ലൈക്ക് അന്നനാളത്തിൽ ആമാശയത്തിലുണ്ടാകുന്ന ക്യാൻസർ. കൂടുതലും അവർ ഈ സ്മോക്ക്ഡ് ഐറ്റംസും സാധനങ്ങളും, ഈ അൽഫ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നു ആ മലപ്പുറം ഭാഗത്തും വടക്കൻ കേരളത്തിലും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടായിരിക്കാമെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. അപ്പോൾ ഈ കോളറക്ടൽ ക്യാൻസർ അതിനെപ്പറ്റി ഒന്ന് പറയുമോ? എന്തായിരിക്കും കാരണം, എന്താണ് സിംറ്റംസ്, എങ്ങനെയാണ് ഡോക്ടറെ അടുത്തേക്ക് അവരെത്തുന്നത്? പൊതുവേ നമ്മളൊരു മലശോധന ഉണ്ടാകുമ്പോൾ ബ്ലഡ് അതിനകത്തൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പൈൽസായിട്ടാണ് പൊതുവേ അങ്ങ് വിലയിരുത്തുക. പൈൽസായിട്ട് പോയെന്ന് മാത്രമല്ല, ഓവർ ദി കൗണ്ടർ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് 2 മരുന്ന് വാങ്ങിച്ച് തൽക്കാലത്തേക്കൊരു ആശ്വാസമുണ്ട്. ഒരു വർഷം ബ്ലഡ് മാത്രം നിൽക്കാനുള്ള മരുന്ന് മാത്രമായിരിക്കും മെഡിക്കൽ സ്റ്റോറിൽ അദ്ദേഹം കൊടുക്കുക. ഇതിന് മൂലകാരണം എവിടെയാണോ അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം പ്രത്യേകിച്ചും ബ്ലീഡിങ് PR ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചിതമായിട്ടും ആ രോഗി ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. നമുക്ക് വളരെ ലഘുവായിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു സംഭവമാണ് ഈ ലോവർ റെക്ടൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ലോവർ റെക്ടൽ എന്ന് പറഞ്ഞാൽ മലാശയത്തിൻ്റെ അഗ്രഭാഗത്തുണ്ടാകുന്ന ബ്ലീഡിങ്ങാണ്. അതിപ്പം അത് ചിലപ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടാകാം, ചിലപ്പോൾ ഒരു മുറിവ് ഉണ്ടാകാം, ചിലപ്പോൾ ഒരു ക്യാൻസർ പോലുള്ള ഐറ്റംസും ഉണ്ടാവാം, അല്ലെങ്കിൽ പൈൽസും ഉണ്ടാവാം. പൈൽസും അതിൻ്റെ ഒരു കാരണമാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ
നമ്മളൊരു രോഗി വന്ന് ബ്ലഡ് പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്നതിന് കൂടുതൽ ഇൻട്രോഗേറ്റ് ചെയ്യും. നമ്മൾ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കണക്ക് ക്വസ്റ്റ്യൻ ചെയ്യും. തെറിച്ചാണോ പോയത്, വശത്തോട്ടാണോ വീണത്, ഇറ്റിറ്റായിട്ടാണോ പോയത്, മരത്തോട് വരഞ്ഞാണോ പോയത്, ഇതിനൊക്കെ റിലേഷൻസ് ഉണ്ട്. അതായത് മറൂൺ കളറിലാണോ പോയത്, അതായത് തെറിച്ച് പോകുന്ന സാധനം കൂടുതലും പൈൽസ് ആയിരിക്കും. അതായത് നമ്മൾ പാൻറ്റിനകത്ത് നമ്മുടെ ക്ലോസറ്റിൽ ഇരിക്കുമ്പം സൈഡിലായിരിക്കും വന്ന് ട്രിപ്പിൾ വന്ന് ഇതിരിക്കുന്നത്. കാരണം വെച്ചാൽ പൈൽസിൻ്റെ പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ 3 നമ്മൾ ഒരു ക്ലോക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 11 o'clock 3 o'clock ആൻഡ് 7 o'clock പൊസിഷനിലാണ് ഈ പൈൽസ്. അപ്പോൾ ആ ഏരിയയിലോട്ടാണ് ഇത് തെറിച്ച് പോകുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ആ ഒരു പൊസിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പായി പൈൽസാണെന്ന്. ചിലവർക്ക് മലം പോകുമ്പോൾ, കട്ടിക്ക് മലം പോകുമ്പോഴത്തേക്ക് ഒരു വേദന ഉണ്ടാക്കുകയും അവിടെ വരഞ്ഞു പോവുകയും ചെയ്യും. അത് കൂടുതലൊരു മുറിവാണ്, അത് ഫിഷർ എന്ന് പറയും. ആ ഫിഷർ കൊണ്ടിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഫിഷർ ഉണ്ടാവാം, പൈൽസ് ഉണ്ടാകും, പിന്നെ ഗ്രോത്ത് ഉണ്ടാകുന്നത് സാധാരണ രീതിയിൽ മലം പൊയ്ക്കഴിഞ്ഞിട്ടായിരിക്കും ഈ ഉണ്ടാകുന്നത്, ഈ മിക്സ് ചെയ്ത് പോകുന്നത്. ഇനി വൻകുടലിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ പല രീതിയിലായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. അതായത് വൻകുടൽ എന്ന് പറഞ്ഞാൽ വളരെ നീളമുള്ള ഒരു അറയാണ്. അറയ്ക്കിൻ്റെ ആദ്യ ഭാഗത്ത് ബ്ലീഡിങ് ഉണ്ടായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രോത്ത് കൊണ്ട് തന്നെ, ക്യാൻസർ കൊണ്ട് തന്നെ ആ മോഷന് അതുമായിട്ട് മിക്സ് ചെയ്യാനൊരു സമയം കിട്ടുകയും അവിടുത്തുള്ള ബാക്ടീരിയ അതുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ബ്ലഡിനെ തന്നെ മാറ്റം വരുത്തുകയും ചെയ്യും. അപ്പോൾ ഒരു പക്ഷേ കറുപ്പ് നിറത്തിലായിരിക്കണം ആ വൻകുടലിൻ്റെ ആദ്യ ഭാഗത്ത് ഉത്ഭവിപ്പിച്ച ബ്ലഡ് ഇഞ്ഞിപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത്. അതേസമയം കുറച്ചുകൂടി ഡിസ്റ്റലായിട്ട് ഈ മലാശയത്തിന് ചേർന്നുള്ള ഭാഗത്താണെങ്കിൽ ബ്ലഡായിട്ട് തന്നെ വരും. ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. മിക്സ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇവരെ നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ധാരണ കിട്ടും. അതേപോലെ തന്നെ പെർ ഡിജിറ്റൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമിനേഷനുണ്ട്. ഒരു ഗ്ലൗ കൊണ്ട് ഉള്ളിൽ നോക്കുന്ന ഒരു എക്സാമിനേഷനാണ്. നമുക്ക് 7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ വരെ ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സർജന് മനസ്സിലാക്കാൻ പറ്റും ഗ്രോത്ത് ഉണ്ടെന്നുണ്ട്. അതും അതിനകത്തും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു കൊളോണോസ്കോപ്പി നിശ്ചയമായിട്ടും ചെയ്യേണ്ടതാണ്. കൊളോണോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ഭയപ്പെട്ടിരിക്കുന്നൊരു സംഭവമാണ്. നന്നായിട്ട് വാഷ് ചെയ്യണം എന്നുള്ള വാസ്തവം തന്നെയാണ്. അത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന, മയക്കം കൊടുത്തോ കൊടുക്കാതെയോ ചെയ്തു തീർക്കാവുന്നൊരു സംഭവമാണ് കൊളോണോസ്കോപ്പ് എന്ന് പറയുന്നത്. കൊളോണോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു 160 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കുഴൽ, അതിൻ്റെ ടിപ്പിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ എഫ്ലുവൻ്റ് എല്ലാം ക്ലിയറായിട്ട് പോയതിന് ശേഷം ഉള്ളിലോട്ട് കടത്തി വിട്ടിട്ട് വൻകുടലിൻ്റെ ഉൾഭിത്തിയെ വീക്ഷിക്കുക എന്നുള്ളതാണ്. വീഴ്ചയ്ക്ക് വഴി അവിടെ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവിടെ അൾസറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാൽ വ്രണങ്ങൾ ഉള്ളിൽ ഉണ്ടാകും. അത് ജനിതകമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. അങ്ങനെ പല പോളിപ്പുകളുണ്ടാകും. ഈ പോളിപ്പുകളെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഈ മാലിഗ്നൻസിയിലോട്ട് ഒരു പ്രയാണം തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. മാലിഗ്നൻസി ആയിട്ടുണ്ടാവില്ല, ക്യാൻസർ ആയിട്ടുണ്ടാവില്ല. ക്യാൻസറിൻ്റെ ഒരു മുമ്പത്തെ സ്റ്റേജിലോ അതിലും മുമ്പത്തെ സ്റ്റേജിലോ അയക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പോളിപ്പുകളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഈ കൊളോണോസ്കോപ്പ് വഴി തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ബയോപ്സി വന്നതിന് ശേഷം അതിനെ നിരീക്ഷിച്ചാൽ മതിയാവും. ചിലവർക്ക് അതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കുമെന്ന്. അപ്പോൾ ഈ പോളിപ്പ് ഉണ്ടാകുന്നത് തന്നെ ഇതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജാണ്. ഈ ക്യാൻസർ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജാണ്. ആ സ്റ്റേജ് നമ്മൾ കണ്ടുപിടിക്കുകയും ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നോ അതിൻ്റെ പേര് ഇരുന്നിട്ട് ചിലപ്പം വീണ്ടും മുകളങ്ങളുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഒരു കാലയളവ് നമ്മൾ നിശ്ചയിച്ചിട്ട് വീണ്ടും ഒരു കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് നമ്മൾ പറയും. പ്രത്യേകിച്ചും ഫാമിലി ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ഈ രോഗിയുടെ വീട്ടിലാരെങ്കിലും കൊളോറക്ടൽ ക്യാൻസേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കൊളോണോസ്കോപ്പി ചെയ്തേക്കും. അതുപോലെ തന്നെ ഫാമിലി റൺ ചെയ്യുന്ന കൊളോറക്ടൽ ക്യാൻസേഴ്സ് ഉണ്ട്. ഫെമിലിയർ അഡിനോമാറ്റസ് പോളിപ്പോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് ഫാമിലിയിലാണ് അതുണ്ടാകുന്നത്. ഈ പോളിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. പോളിപ്പുകളിന് 100 കണക്കിന് പോളിപ്പുകൾ വൻകുടലിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അത് കാലാന്തരേണ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ക്യാൻസർ ആയിരിക്കും 100%. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിന് നമ്മൾ സഹോദരങ്ങളെയും മക്കളെയും എല്ലാം ഈ കൊളോണോസ്കോപ്പി ചെയ്ത് അവർക്ക് കൂടുതലുണ്ടാകുന്ന 20s-ലും 30s-ലും ആയിരിക്കും ക്യാൻസർ. അപ്പം പ്രായമാവുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ക്യാൻസർ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ആ ക്യാൻസർ ഉണ്ടാകുന്ന ഭാഗങ്ങൾ, അതായത് കോളം മുഴുവൻ തന്നെ നമ്മൾ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടെസ്റ്റാണ്. അത് നിശ്ചയമായും വിധേയമായിരിക്കണം. പിന്നെ ചിലവർക്ക്
വയറുവേദനയായിട്ടായിരിക്കാം അത് ചിലപ്പം കൂടുതലും വയറുവേദന എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കോളൻ ക്യാൻസേഴ്സ് അവിടെ വ്യാപ്തി കുറവായതുകൊണ്ട് ഒരു ഗ്രോത്ത് കൊണ്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം വലത്ത് സൈഡ് അത് ആദ്യ ഭാഗങ്ങളിലാണെങ്കിൽ അതിന് വ്യാസം കൂടുതലാണ്, ഒരു ഒബ്സ്ട്രക്ഷനായി വരാൻ വേണ്ടി സമയമെടുക്കും. അതുകൊണ്ട് കൂടുതൽ നമുക്ക് പെയിൻ ഉണ്ടാക്കുന്ന ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കോളൻ ക്യാൻസേഴ്സാണ്. റൈറ്റ് സൈഡ് കോളൻ ക്യാൻസർ അങ്ങനെ പെയിൻ അങ്ങനെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ ചെറുകുടലും വൻകുടലുമായിട്ട് യോജിക്കുന്ന ഭാഗത്ത്, ചെറുകുടൽ എന്ന് പറഞ്ഞാൽ വളരെ വ്യാപ്തി കുറഞ്ഞിട്ടൊരു ഒരു കുടലാണ്. വൻകുടൽ വന്ന് ജോയിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ വ്യാപ്തിയുള്ളൂ. ആ ഭാഗത്ത് കോളൻ ക്യാൻസർ വന്നാൽ പെട്ടെന്ന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും, അപ്പോൾ പെയിൻ കൂടും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കമ്പ്യൂട്ട് ചെയ്യണം. ഇത് ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഇതെവിടെ വരാനുള്ള സാധ്യതയാണ് ഏതാണ് എന്നുള്ളത്. അതിപ്പം അന്നനാളത്തിലായാലും ആമാശയത്തിലായാലും നമുക്ക് കൊളറക്റ്റിൽ ഏത് സാധനമായാലും നമ്മൾ മനസ്സിൽ ഇത് ചെയ്ത് നോക്കും, എന്താണ് അതിൻ്റെ മെക്കാനിസം, എന്തുകൊണ്ടാണ് പെയിൻ വന്നത്, എന്തുകൊണ്ടാണ് ഒരു മഞ്ഞപ്പിത്തം വന്നത്, ഇതെല്ലാം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് ഇന്നതായിരിക്കും. പിന്നെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നിർദ്ദേശിക്കുക. വ്യക്തി മലത്തോടൊപ്പം രക്തം കാണുന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വയറുവേദന എടുക്കുന്നു, അല്ലെങ്കിൽ ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിലൊക്കെ ഡോക്ടറെ കാണുന്നത് എത്രയും വേഗം കാണുന്നു അത്രയും നല്ലതായിരിക്കും അല്ലേ, ഒന്ന് തീരുമാനിക്കാൻ വേണ്ടി. അതെ, തന്നെയല്ല 40 വയസ്സ് കഴിഞ്ഞ ഒരു പ്രാവശ്യമെങ്കിലും കോളനോസ്കോപ്പി ചെയ്തിരിക്കുന്നതാണ് നല്ലത്. കാരണം വയസ്സ് കൂടുന്തോറും കോളറക്ടൽ ക്യാൻസേഴ്സ് പ്രത്യേകിച്ചും പ്രിവലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, കൊളറക്ടൽ ക്യാൻസേഴ്സ് പ്രിവലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരാൾ ചെയ്തിരിക്കുന്നത് നിശ്ചയമായിട്ടും ആവശ്യമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ അന്നനാളത്തിലെ ക്യാൻസറിനെ പറ്റി ഡോക്ടർ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. ഇതൊരു തൊണ്ടവേദനയായിട്ടൊക്കെയാണോ അനുഭവപ്പെടുക? അതിൻ്റെ ഒരു ലക്ഷണം? അന്നനാളം നേരത്തെ പറഞ്ഞ കണക്ക് അന്നനാളം വളരെ വ്യാപ്തി കുറഞ്ഞ ഒരു നാളമാണ്. അന്നനാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വായിന്ന് താഴെ ഫാരിങ്സ് എന്ന് പറയുന്ന നാക്ക് ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഫാരിങ്സ് എന്ന് പറയും. ഫാരിങ്സ് തുടങ്ങി ആമാശയം വരെ എത്തി നിൽക്കുന്ന ഒരു സാധനം നെഞ്ചിൻ കൂട്ടിനകത്താണ് കൂടുതൽ ഭാഗം നിൽക്കുന്നത്. കഴുത്തിലുണ്ട്, നെഞ്ചിൻ കൂട്ടിലുണ്ട്, വയറിൻ്റെ ചെറിയൊരു ഭാഗത്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ ചെറിയ, നമുക്ക് പടങ്ങളിൽ കണ്ടിട്ടുണ്ട്, ചെറിയ വ്യാപ്തിയുള്ളൂ. വ്യാപ്തി ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ സിംറ്റംസ് ഏർലി പ്രത്യക്ഷപ്പെടും. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ഗ്രോത്ത് വന്ന് ഈവൻ തന്നെ ഒരു ചെറിയ ഒരു മുള്ളു കയറി ഇരുന്നാൽ പോലും നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിനകത്തൊരു ഗ്രോത്ത് ഉണ്ടായാൽ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളൂ. പക്ഷേ ഈ ഗ്രോത്ത് ഉണ്ടായിട്ടും വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് എന്ത് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും? കൂടുതലും ഇറക്കാൻ ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഒരു ഇറക്കാൻ എന്തോ ഒരു തടസ്സമുള്ളതായിട്ട് എവിടെയോ ഒന്ന് പിടിക്കുന്ന ആൾക്ക് തോന്നും. പിന്നെ അത് പ്രോഗ്രസ് ചെയ്ത് അത് അവഗണിച്ച് പോകുമ്പോഴത്തേക്ക് പിന്നെ കട്ടിയുള്ള ആഹാരങ്ങൾ, എനിക്ക് പുട്ടിറക്കുമ്പം എന്തോ ബുദ്ധിമുട്ടെന്ന് പറയും, ദോശയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ദോശയ്ക്കും കുഴപ്പം വരും. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് രൂപത്തിലുള്ള കുഴമ്പ് രൂപത്തിലുള്ള സാധനം മാത്രമേ കയറുള്ളൂ എന്ന് പറയും. പിന്നെ പറയും വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല, പിന്നെ പറയും തുപ്പൽ പോലും ഇറക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഘട്ടങ്ങൾ ഇങ്ങനെ കടന്ന് വരും. അപ്പോൾ ആ ഘട്ടങ്ങൾ നമ്മൾ ആദ്യം തന്നെ എൻഡോസ്കോപ്പി ചെയ്തിരുന്നുവെങ്കിൽ, അതിന് എൻഡോസ്കോപ്പിയാണ്, അപ്പർ ജി എൻഡോസ്കോപ്പിയാണ് ചെയ്തിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിക്കും. ഈവൻ എയർലി ക്യാൻസേഴ്സ് നമ്മൾ എൻഡോസ്കോപ്പ് വഴി റിമൂവ് ചെയ്യാവുന്ന ക്യാൻസേഴ്സ് പോലും ഉണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ക്യാൻസേഴ്സ് റിമൂവ് ചെയ്യാമായിരുന്നു. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളെ അവഗണിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആമാശയത്തിലെ ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടാവും നമ്മൾ അറിയാമെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? കറക്റ്റാണത്. ആമാശയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉണ്ട്. അതായത് ആമാശയം അന്നനാളമായിട്ട് ചേരുന്ന ഭാഗത്ത് അവിടെ ഇൻലെറ്റ് ചെറിയ വ്യാപ്തിയുള്ളല്ലോ, പിന്നെ ഒരു വലിയ അറയാണ്. ആ അറ കഴിഞ്ഞിട്ട് വീണ്ടും ഔട്ട്ലെറ്റ് ഡിയോഡിനോ എന്ന് പറയുന്ന ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തുമായിട്ട് ജോയിൻ ചെയ്യുന്നത്, അതും ചെറിയതാണ്. ആ ഭാഗത്തോ അല്ലെങ്കിൽ ആദ്യ ഭാഗത്തോ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്നറിയും. ആദ്യ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ ആഹാരം ഇറങ്ങുമ്പോഴത്തെ അവിടെ തടസ്സമുള്ളതായിട്ട് തോന്നും. അവസാനത്തെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചൊരു കുറച്ച് സമയം 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വേദന. കാരണം ഇതിനെ എക്സ്പെൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് ഇത് അടഞ്ഞിരിക്കുന്ന തടസ്സമുണ്ട്. അതേസമയം ആമാശയത്തിൻ്റെ അതാണ് മേജർ അറ. അതൊരു അറയായതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രോത്ത് വലുതായാൽ പോലും ഒരുപക്ഷെ അറിയത്തില്ല. അല്ലെങ്കിൽ അതിനനുസരിപ്പിക്കുന്ന അതായത് അത് പ്രകടിപ്പിക്കുന്ന സിംറ്റംസ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ മലത്തിയുടെ കറുപ്പ് നിറത്തിൽ, അല്ലെങ്കിൽ ഛർദിയായിട്ട് തന്നെ രക്തഛർദിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാം. ചിലവർക്ക് വയറുവേദന തന്നെ, കാരണം വെച്ചാൽ ഈ ഗ്രോത്ത് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ആഹാരം കടന്നതിന് കുറച്ചെങ്കിലും തടസ്സം ഉണ്ടായതുകൊണ്ട് ഒരു വേദന അനുഭവപ്പെടാം. ചിലവർക്ക് കുറച്ചധികം വന്നതിന് എനിക്ക് എന്തോ മുഴയുണ്ടെന്ന് തന്നെ തോന്നാം. ചിലവർക്ക് അനീമിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞതായിട്ട് പുള്ളി അറിയുന്നുണ്ടാവില്ല, ഈ രക്തം മറന്നു പോകുന്നത് അറിയുന്നുണ്ടാവില്ല.
ഇത് ഹീമോഗ്ലോബിൻ കുറഞ്ഞ് പരിശോധന ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. മറ്റ് ചിലവർക്കെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് വെച്ചിട്ടായിരിക്കും. അതായത് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത്, കാരണം ഇതിന് ഏത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റബോളിസം കൂടുതലാണ്, അതിനകത്തുള്ള ക്രയവിക്രയങ്ങൾ ഭയങ്കര കൂടുതലാണ്. ആ കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ എനർജി ശരീരത്തിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കും, അപ്പം മെലിയും. അപ്പം പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുക ആയിരിക്കും ഒരു പക്ഷേ ലക്ഷണമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ലക്ഷണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വിധേയമാകേണ്ടതാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞു. എനിക്കിതൊക്കെ കേട്ടപ്പോൾ തോന്നിയത്, ഇത് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്നത് കുറച്ച് ഇഞ്ചി വെള്ളം കഴിക്കുക, നെഞ്ചരിപ്പാണെന്ന് വിചാരിക്കുക, അത്തരത്തിലുള്ള ഈ ഹോം റെമഡീസ് ഡോക്ടർക്ക് എത്ര വില്ലനാവാറുണ്ട്? ഹോം റെമഡീസ് ഈ പറഞ്ഞ കണക്ക് ഇഞ്ചി വെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ സ്പൈസസിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഒരു അന്നേരത്തെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഇത് നമുക്ക് ഉപയോഗിക്കുന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ടൊരു ഇതുപോലുള്ള സാധനങ്ങൾ റെമഡീസ് ഉപയോഗിക്കുന്നത് ഹാനികരം തന്നെയാണ്. ഹാനികരം എന്ന് മാത്രമല്ല, നമ്മുടെ സിംറ്റംസിന് ഒരുപക്ഷെ മാസ്ക് ചെയ്തേക്കാം. മാസ്ക് ചെയ്യുകയും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം ആദ്യം സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് ചെറിയ സംശയം ഉണ്ടെങ്കിൽ തന്നെ ഉടനെ എൻഡോസ്കോപ്പിക്ക് വിധേയമാകുകയാണ് ചെയ്യേണ്ടുന്നത്. ചിലർ സോഡ വാങ്ങിച്ചു കുടിക്കും, മറ്റൊരു ഇഞ്ചി കലക്കി കുടിക്കും, മറ്റൊരു വെളുത്തുള്ളി കലക്കി കുടിക്കും. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും ശാശ്വതമായ പരിഹാരങ്ങളോ അല്ലെങ്കിൽ റെമഡികളോ അല്ല. അത് 1-2 പ്രാവശ്യം താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ സ്ഥിരമായിട്ട് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ആഹാരത്തിന് മുന്നേ ആ ഗുളിക ഒന്ന് കഴിക്കുക, അതിങ്ങനെ സ്ഥിരമായി തുടരുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റിസ് എങ്ങനെയാണ്? പൊതുവെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ട് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് എന്ന് ഒരു പ്രതിഭാസത്തെപ്പറ്റി നമ്മൾ മെഡിക്കൽ സയൻസിലൊന്നും പഠിക്കുന്നില്ല, മനസ്സിലായില്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ ബ്ലോട്ടിങ്ങിനെയാണ് നമ്മൾ ഗ്യാസ് എന്ന് പറയുന്നത്. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വയറ് വികൃതമായിട്ട് തോന്നുക. അത് കൂടുതൽ ആസിഡിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആമാശയത്തിൻ്റെ ഉൾഭിത്തിയിലുണ്ടാകുന്ന ആവരണത്തിൽ ഈ ആസിഡ് കൂടുതലായിട്ടുണ്ടായി അതിന് വ്യതിയാനം സംഭവിക്കും. നമ്മൾ ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ഒന്നേ ആഹാരം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സ്പൈസസ് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ഈ ആസിഡിൻ്റെ അളവ് കൂടുകയും അത് അവിടെ തന്നെ ദഹിപ്പിക്കാൻ, ആഹാരം ചെല്ലാതെ പിന്നെ അവിടെ ഇരിക്കുന്ന സാധനത്തെ ദഹിപ്പിക്കുക എന്ന് വൃത്തിയുള്ളൂ, അങ്ങനെ അവിടെ തന്നെ ദഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ അസിഡിറ്റി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു അൾസറാവാം. അത് കുഴിഞ്ഞ് ഉള്ളിൽ വ്രണം ഉണ്ടാകുന്നതിനാണ് അൾസർ ഉണ്ടാകും. പൊതുവേ നമ്മൾ അൾസർ എന്ന് പറയുന്നത് ആമാശയത്തിന് പറയും. അൾസർ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനേഷൻ, മെഡിക്കൽ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ബ്രീച്ച് ഇൻ ദി കണ്ടിന്യൂറ്റി ഓഫ് എപ്പിത്തീലിയമാണ്. ബ്രീച്ച് ഇൻ ദി കണ്ടിന്യൂറ്റി ഓഫ് എപ്പിത്തീലിയം. നമ്മുടെ സ്കിന്നിനും അൾസർ ഉണ്ടാവാം, മനസ്സിലായോ? അതൊരു എപ്പിത്തീലിയത്തിൽ ഉണ്ടാകുന്ന ഒരു ബ്രീച്ച്, അതിനാണ് അൾസർ എന്ന് ശരിക്കും മെഡിക്കൽ സയൻസ് പറയുന്നത്. പക്ഷെ നമ്മൾ അൾസർ പറഞ്ഞു ഇത് ആമാശയത്തിലെ അൾസർ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് അൾസറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോട്ടിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ 1-2 പ്രാവശ്യം ഒരു പക്ഷേ ഈ പറഞ്ഞ കണക്ക് പി എന്ന് പറയും, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. നമ്മൾ റാബിപ്രസോൾ, പാൻഡപ്രസോൾ, ഒമിപ്രസോൾ, എസ്എംപ്രസോൾ എന്നൊക്കെ പറയും. അത് അതായത് നമ്മളെ ആസിഡ് ഒട്ടാക്കാവുന്ന മെക്കാനിസത്തിൽ ഒരു മെക്കാനിസത്തെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനാണ് ഒരു പ്രോട്ടോൺ പമ്പ് വെച്ചിട്ടാണ് ഈ ആസിഡ് അവിടെ ഉണ്ടാകുന്നത്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ PPA എന്ന് നമ്മൾ പറയുന്നത്. പ്രോട്ടോൺ പമ്പ് കോമൺ ആയിട്ടുള്ള പരിചിതമായിട്ടുള്ള ടേമാണത്. അത് പക്ഷേ പലതരത്തിലുള്ള PPAs ഉണ്ട്. PPA നിരന്തരമായിട്ട് കഴിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എവാലുവേറ്റ് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ചിലർക്ക് ലോങ് ടൈം PPA കഴിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്നാലും അത് എവാലുവേറ്റ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കീ ഹോൾ സർജറി, ഡോക്ടർ അതിൽ വിദഗ്ധനാണെന്നറിയാം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആദ്യകാലത്ത് നമ്മൾ ഈ ലാപ്രോസ്കോപ്പി സർജറി ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു വന്ധ്യത ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലെത്തിയിരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നുമുണ്ട്. എത്രത്തോളം മാജിക്കലാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പുരോഗതി? ഇത് 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിരിക്കുന്നതെന്ന് പറയും. ഒന്ന് വൈദഗ്ധ്യം. ഈ ചെയ്യുന്ന ഡോക്ടറുടെ വൈദഗ്ധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് ഓപ്പൺ സർജറി വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വൈദഗ്ധ്യം 10 മടങ്ങ് ഇല്ലായെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാക്കാൻ പറ്റില്ല. 2 സാങ്കേതികത. ഇപ്പോൾ നമ്മൾ ഈ വന്ധ്യംകരണത്തിന് വേണ്ടിയിട്ട് സർജറി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം നമ്മുടെ മെഡിക്കൽ സയൻസും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു. ആ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഈ ക്യാൻസർ സർജറികളൊന്നും ഒരുപക്ഷെ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു. അവർക്ക് ആ കാലഘട്ടത്തിലുള്ളവർക്ക് വൈദഗ്ധ്യം ഇല്ലാഞ്ഞതുകൊണ്ടല്ല, അത് പക്ഷേ പരിശീലനം നടത്തിയിരുന്ന ഈ വൈദഗ്ധ്യം ഒന്നും ഉണ്ടായേനെയായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ
സിംഗിൾ ചിപ്പ് ക്യാമറകളൊക്കെ ഉപയോഗിച്ചാണ് ഈ വന്ധ്യംകരണ ശസ്ത്രക്രിയയും അപ്പൻഡിസെക്ടമി അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കാലം വളർന്നതനുസരിച്ചിട്ട് സാങ്കേതികത വളർന്നു. ഇപ്പോൾ നമ്മൾ 3 ചിപ്പ് അല്ല ഹൈ ഡെഫിനിഷൻ ക്യാമറ അല്ലെങ്കിൽ 4K ക്യാമറ വെച്ചോ അല്ലെങ്കിൽ 3D ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലാരിറ്റി, നമ്മുടെ ഉള്ളിൽ ക്യാമറ ഇടുമ്പോൾ കിട്ടുന്ന ക്ലാരിറ്റി പഴയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ 10 മടങ്ങ് വലുതായിട്ടുണ്ട്. അത് കൂടുതൽ ഡെഫിനിഷൻ. നമുക്ക് ചലച്ചിത്രത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കുമ്പോൾ അറിയാം, നമുക്ക് പണ്ടത്തെ അതല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സാങ്കേതികയുടെ ഇത് കൊണ്ടിട്ട് ചലച്ചിത്രം ഉൾപ്പെടെ മാറ്റം ഉണ്ടായില്ലേ. ആ മാറ്റം നമ്മുടെ എല്ലാ ഫീൽഡിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ കരുതൽ. അപ്പോൾ നമ്മളൊരു ചലച്ചിത്രത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, ഒരു നടൻ്റെ കൺപീലിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്ക്രീൻ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും ആവശ്യമെങ്കിൽ, ഇല്ലേ? സെയിം സാങ്കേതികവിദ്യ നമ്മൾ വൈറ്റിനകത്തും ചെയ്യാം. നമ്മളൊരു ഒരു 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 സ്ക്രീനിനെ മുഴുവനായിട്ടൊരു വസ്തുവിനെ വലുതാക്കി കാണിക്കാം. ഈ മാഗ്നിഫിക്കേഷൻ കൊണ്ടിട്ട് നമുക്ക് വളരെ സൂക്ഷ്മതയിലൊക്കെ ചെന്നിറങ്ങാൻ പറ്റും. ആ സൂക്ഷ്മത കൊണ്ടിട്ട് നമ്മുടെ പ്രിസിഷൻ, നമ്മൾ റിമൂവ് ചെയ്യാനുള്ള പ്രിസിഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതേസമയം പഴയുള്ള ക്യാമറ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ പ്രിസിഷൻ കുറയുകയും ഒരുപക്ഷെ മാലിഗ്നൻസി ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് ക്യാൻസർ സെൽസ് മുഴുവനായിട്ട് നീക്കാൻ പറ്റാതെ വരികയും ചെയ്തേക്കാം. അപ്പം കാലം വളർന്നു, അതിനോടൊപ്പം തന്നെ ഈ വിദഗ്ധരായ ഡോക്ടർമാരും ഉണ്ടായി എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ ക്യാൻസർ ചികിത്സ കീഹോളിലൂടെ ഇപ്പം പ്രാപ്യമായിട്ടുള്ളത്. ഡോക്ടർ അത് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് സർജറികൾ കഴിഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ക്യാൻസർ ചികിത്സയിൽ ലാപ്രോസ്കോപ്പിക് സർജറികൾ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പഴയ കൺവെൻഷണൽ ഓപ്പൺ സർജറി ഉണ്ടല്ലോ, നമ്മൾ വയറ് തുറന്ന് നെഞ്ചും കൂടിൻ്റെ തൊട്ട് താഴെ നിന്നും താഴെ വരെ വയറ് കീറി ചെയ്തിരുന്ന അതേ ഈ ഒരു മുഴയെടുത്ത് മാറ്റലാവട്ടെ, ഒരു ക്യാൻസർ സർജറി ആവട്ടെ, അതിൻ്റെ പ്രിൻസിപ്പിളിന് യാതൊരു കാരണവശാലും മാറ്റം വന്നിട്ടില്ല. നിങ്ങൾ സ്റ്റൊമക്കിൻ്റെ മുഴുവനായിട്ട് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതാണ് ആ പേഷ്യൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും കീഹോൾ കൊണ്ടിട്ട് അതിനകത്ത് മാറ്റം വരുന്നില്ല. ബേസിക് പ്രിൻസിപ്പിൾ അത് തന്നെയാണ്. ഇപ്പോൾ ലിവറിൻ്റെ ഒരു പകുതി ഭാഗം എടുത്ത് മാറ്റുന്നതാണ് ആ പേഷ്യൻറ്റ് പണ്ട് കാലത്തും ആയിരുന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പിൾസിനും മാറ്റം വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം ബേസിക് പ്രിൻസിപ്പിൾ ഓപ്പൺ സർജറി ആയാലും ലാപ്രോസ്കോപ്പി സർജറി ആയാലും ചെയ്യുന്ന പ്രക്രിയ ഒന്ന് തന്നെയാണ്. ഒരു കോളൻ ലെഫ്റ്റ് സൈഡ് കോളൻ മാത്രമായിട്ട് എടുത്ത് കളയുന്നത്, ഇവിടെയും ലെഫ്റ്റ് സൈഡ് കോളനാണ് എടുത്ത് കളയുന്നത്, അവിടെയും ലെഫ്റ്റ് സൈഡ് കോളനാണ്. പൊതുവേ ഈവൻ ഡോക്ടർമാർക്കിടയിലും ഉള്ള ഒരു ധാരണയുണ്ട്, കീഹോൾ സർജറി, പ്രത്യേകിച്ചും കീഹോൾ സർജറി നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഡോക്ടർമാരുടെ ഇടയിലൊരു ധാരണയുണ്ട്, കീഹോൾ സർജറി നമ്മളെന്തോ സക്ക് ചെയ്തെടുക്കുകയാണ്, ഇത് ആട്ടിയിടുകയാണെന്നൊക്കെ ഉള്ളൊരു ധാരണയാണ്. ഡ്രില്ല് ചെയ്തെടുക്കുകയാണ്, അത് ചെറിയ ദ്വാരത്തിൽ കൂടെ വരുന്നതാണ്, ചെറിയ ദ്വാരത്തിൽ കൂടെ ചെയ്തുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ഇത് തുടങ്ങിയിട്ട് 10-25 കൊല്ലമായി. തുടങ്ങിയ കാലത്തോട്ട് ഇതായിരുന്നു വിമർശനം, നമ്മുടെ ചുറ്റുമുള്ള സർജൻസിൻ്റെ വിമർശനം ഇതായിരുന്നു, ഞങ്ങൾ ഓപ്പൺ ചെയ്ത് ഇത്രയും കൃത്യമായിട്ട് കാണാൻ പറ്റും, നിങ്ങളെങ്ങനെ ഈ കീഹോളിൽ കൂടെ കാണുന്നത്? കീഹോൾ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷനാണ്. കീഹോൾ കൊണ്ടിട്ട് ചെറിയ ദ്വാരത്തിൽ കൂടെ ക്യാമറ കടത്തി ക്യാമറ കൊണ്ട് വലുതായി കാണുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് നോക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ വലുതായി കാണുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ മാഗ്നിഫൈഡായിട്ട് കാണുകയും അണുസൂക്ഷ്മമായിട്ടുള്ള സാധനങ്ങളെപ്പോലും എടുത്തു മാറ്റാൻ പറ്റുന്ന പ്രക്രിയ ചെയ്യുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും റീകൺസ്ട്രക്ഷൻ, ഇപ്പോൾ ഒരു വിപ്പിൾ സർജറി, നമ്മുടെ ഉദരാശയത്തിൽ ഏറ്റവും സങ്കീർണമായി ചെയ്യപ്പെടുന്ന ഒരു സർജറിയാണ് വിപ്പിൾ സർജറി. പാങ്ക്രിയാസ് ക്യാൻസറിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം അതിന് പാങ്ക്രിയാസിൻ്റെ തലഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ വിപ്പിൾ സർജറി എന്ന് പറഞ്ഞാൽ 1800-കളിൽ അവസാനം കണ്ടുപിടിക്കപ്പെട്ട പ്രാക്ടീസ് ചെയ്യപ്പെട്ട ഒരു സർജറിയാണ്. ആ സർജറി അന്നും ആ പ്രിൻസിപ്പിൾ അത് തന്നെ, ഈ കീഹോൾ കാലഘട്ടത്തിലും പ്രിൻസിപ്പിൾ ഒന്ന് തന്നെ. അതായത് വിപ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമാശയത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റണം, പിത്തസഞ്ചി എടുത്ത് മാറ്റണം, പിത്തക്കുഴലിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റണം, ചെറുകുടലിൻ്റെ ഒരു ഭാഗം എടുത്ത് വാങ്ങണം, പാങ്ക്രിയാസിൻ്റെ ഹെഡ് ഭാഗം എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റിയാൽ പോരല്ലോ, അതങ്ങനെ കളഞ്ഞിട്ട് പോരാൻ പറ്റില്ലല്ലോ. നമുക്ക് ആമാശയം എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണ്ടേ? അപ്പോൾ ആമാശയത്തിനെ കൊണ്ടുവന്ന് ചെറുകുടലായിട്ട് വീണ്ടും യോജിപ്പിക്കണം. പിത്തം ഒഴുകി വരും, പിത്തക്കുഴൽ എടുത്ത് മാറ്റിയില്ലേ, പിത്തം ഒഴുകി വരുന്നതിന് വീണ്ടും ചെറുകുടലായിട്ട് അത് കണക്ട് ചെയ്യണം. പാങ്ക്രിയാസിൻ്റെ ഭാഗം എടുത്ത് മാറ്റിയില്ലേ, അപ്പോൾ ആ ദഹനരസം ഒഴുകണമല്ലോ, അവിടെ കുടലിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. ഈ പ്രിൻസിപ്പിളിനൊന്നും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം കീഹോളിലും ചെയ്യണം. ഇത് കൂടുതൽ സൂക്ഷ്മതയോടെയും അവധാനതയോടെയും ചെയ്യണമെന്നുള്ളതാണ് ഈ കീഹോളിനെ വ്യത്യസ്തമാക്കുന്നത്. മനസ്സിലായില്ലേ? ആ ചെയ്യേണ്ട പ്രക്രിയ ഒന്ന് തന്നെയാണ്.
കീഹോളിൽ പ്രാവീണ്യമില്ലാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ലീക്കടിക്കുകയും ഈ ആഗ്നേയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ പാങ്ക്രിയാസിലെ ഗ്രന്ഥിക്കാണ് ആഗ്നേയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ. ആഗ്നേയം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, അഗ്നി എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തൊരു ദ്രാവകം ഈ ആഗ്നേയഗ്രന്ഥി താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള അവയവങ്ങളെ ദഹിപ്പിക്കും. അതൊരു പക്ഷേ രക്തക്കുഴലാവാം, മറ്റേതെങ്കിലും അവയവമാവാം. അങ്ങനെ ദഹിപ്പിച്ച് രക്തസ്രാവം ഉണ്ടായി, ഇൻഫെക്ഷൻ ഉണ്ടായി, ഒരു പക്ഷേ പേഷ്യൻ്റ് മരിച്ചു പോകാം. അവധാനതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ. കീഹോൾ സർജറി ആണെങ്കിൽ കൺവെൻഷണൽ സർജറി ഒരു പക്ഷേ നന്നായി ഓപ്പൺ സർജറി ചെയ്യുന്നതൊക്കെ ചെയ്യാമായിരിക്കാം. പക്ഷേ അയാൾക്ക് കീഹോൾ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനും പ്രത്യേക പ്രാവീണ്യം ആവശ്യമാണ്. അതുകൊണ്ടാണ് ക്യാൻസർ സർജറി അത്രയും പോപ്പുലർ. ഇപ്പോൾ തന്നെ ഞാനൊരു 10-25 വർഷമായെങ്കിലും മേജർ ക്യാൻസർ സെൻറ്റേഴ്സിൽ അതിനെ കൃത്യമായി ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി 4-5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അത് ആ പ്രാവീണ്യമില്ലായ്മ ഉണ്ടായതാണ്. അപ്പം അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ആൾക്കാർ, ഞാനൊക്കെ സ്വന്തമായി പഠിച്ച ആൾക്കാരാണ്. പഠിപ്പിക്കാൻ ഞാൻ പല രാജ്യങ്ങളും സഞ്ചരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാപ്രോസ്കോപ്പിക് സർജറി എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി അങ്ങ് 24ഓളം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ 500 മണിക്കൂറുകളോളം ഈ സ്റ്റിച്ചിങ് തന്നെ പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ് അത്രയും മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻ്റിലാണല്ലോ, അതാദ്യം നിങ്ങൾ പേഷ്യൻ്റിലാണ് പ്രയോഗിക്കുന്നത്. ആ ഒരു പ്രവണത ഇപ്പം കണ്ടുവരുന്നുണ്ട്, അത് വേറെ കാര്യം. നമുക്ക് വേറൊരു അവസരത്തിൽ ഒരു പക്ഷേ പ്രതിപാദിക്കാം. യൂട്യൂബ് കണ്ടിട്ട് ചെയ്യുന്ന ഡോക്ടർമാർ പോലും ഉണ്ട്. അപ്പോൾ ഈ ഒരു 500 മണിക്കൂർ എൻ്റെ ഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ആ പേഷ്യൻ്റിൽ ആ കൃത്യത പേഷ്യൻ്റിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് ആവശ്യമായിരുന്നു. ഒരു പക്ഷേ ആ ലേണിംഗ് കർവ് ഒരു പക്ഷേ എൻ്റെ ഇനീഷ്യൽ കരിയറിൽ മറ്റാരും ആ കാലഘട്ടത്തിൽ ചെയ്യാത്തത് കൊണ്ട് ഈ 500 മണിക്കൂർ വേണ്ടുന്നത് ഒരു പക്ഷേ 200 മണിക്കൂറോ 300 മണിക്കൂറോ ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ചെയ്യാമായി. കാരണം നമുക്ക് ഗൈഡൻസിന് ആളുണ്ടല്ലോ. പണ്ട് ആളില്ലായിരുന്നു. നമുക്ക് ഇന്നതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. പുസ്തകങ്ങളില്ലായിരുന്നു, യൂട്യൂബുകളില്ലായിരുന്നു, ഒരു സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ പഠിച്ചത്. ഡോക്ടർ, ഈ ഉദര സംബന്ധമായ ഈ മുഴകളാവട്ടെ, ഈ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളാവട്ടെ, ഈ ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ മിനിമൽ ഇൻവേസീവായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പേഷ്യൻസിന് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പേഷ്യൻസിന് കേവലം സൗന്ദര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. എല്ലാവരും പറയുന്നു വയറ് കീറി മുറിച്ച് മറ്റേ ചെറിയ സുഷിരം. അത് പ്രത്യേകിച്ച് ക്യാൻസർ സർജറി സംബന്ധിച്ചോളം അത് ഒട്ടുമേ അല്ല. ഈ മുറിവിൻ്റെ വലിപ്പമല്ല അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം കുറവാണെന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ആശുപത്രിവാസം കുറവാണെന്നുള്ളത് മാത്രമല്ല. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ടോട്ടലി ചിലവാകുന്ന പൈസ ഒരു പക്ഷേ കുറവായിരിക്കും. കാരണം നമ്മൾ ഒരു സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പൺ സർജറി ആണെങ്കിൽ നമുക്ക് 10 ദിവസമെങ്കിലും കിടക്കേണ്ടി വരും. 10 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ബില്ലിനപ്പുറത്തെ കുറച്ച് ഇൻസെൻസിബിൾ ലോസസ് ഉണ്ടാകുന്നുണ്ട്. 10 ദിവസം ഒരാൾക്ക് ബൈസ്റ്റാൻഡൊക്കെ താമസിക്കേണ്ടി വരും, അയാൾക്കുള്ള ചിലവുകൾ വേണ്ടി വരും. ഇതൊന്നും നമ്മൾ ഹോസ്പിറ്റൽ ബില്ലായിട്ട് കൊടുക്കുന്ന സാധനങ്ങളല്ല. അങ്ങനെ എല്ലാം എടുത്തു നോക്കാം കീഹോൾ സർജറിക്ക് അതിനെക്കാട്ടി കുറവാണ് ശരിക്കും. ഇതൊന്നുമല്ല ഇതിനെ ക്യാൻസർ സംബന്ധിച്ചിടത്തോളം മഹത്താക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏർലി റിക്കവറി ആയതുകൊണ്ട് ഇവർക്ക് അനുബന്ധ ചികിത്സകൾ, പ്രത്യേകിച്ച് റേഡിയോതെറാപ്പി, കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ വളരെ ഏർലി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അവരുടെ ഹീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് മറ്റേ നമ്മൾ 2-3 മാസം കാത്തിരുന്ന് ഇത് ഹീലിംഗ്, കാരണം അതിനിടയ്ക്ക് വെച്ച് ഈ വലിയ മുറിവുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങത്തില്ല. അതുകൊണ്ട് മുറിവ് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കും. ഇപ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം കാത്തിരുന്നിട്ട് നമ്മൾ കീമോ കൊടുക്കാമെന്ന് വിചാരിക്കും. ഇതല്ല, നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മുടെ ബയോപ്സി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യാവുന്ന. അപ്പോൾ നമ്മുടെ മാനിപ്പുലേഷൻ കൊണ്ടോ അല്ലാതെയോ നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത ഈ ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അനുബന്ധ ചികിത്സ സഹായിക്കും. ആ ചികിത്സ എത്രയും വേഗമാക്കുന്നതല്ലേ നല്ലത്. അതായത് എവിടെയെങ്കിലും പോയി പതിച്ചിട്ടതോ കിളിച്ച് വന്നതിന് ശേഷം നമ്മൾ കീമോ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത്. അപ്പം ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് ക്യാൻസർ സർജറി സംബന്ധിച്ചോളം ഈ കീഹോളിനെ മഹത്തരമാക്കുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ വയറിലെ പല രോഗങ്ങളെപ്പറ്റി ക്യാൻസർ ഉൾപ്പെടെ സംസാരിച്ചു. എനിക്കൊരു സംശയമുള്ളത്, ഇപ്പോൾ ഹോമിയോപ്പതി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ചില കടുത്ത ഹോം റെമഡീസ് ആയിക്കോട്ടെ, ഇതൊക്കെ കഴിച്ചതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ഗഡ് ഹെൽത്ത് മോശമായിട്ട് ഡോക്ടറെ അടുത്ത് വരുന്നവരുണ്ട്? ഉണ്ട്. പ്രത്യേകിച്ചും പച്ചില ഞാൻ ഒരു സ്പെഷ്യാലിറ്റിയും എഴുത്തി കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പച്ചില മരുന്നുകൾ കഴിച്ചിട്ട് വരുന്ന ഒട്ടനവധി രോഗികളെ പ്രത്യേകിച്ചും ലിവർ സംബന്ധമായ ക്യാൻസറുമായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്.
അല്ല, അതേപോലെ ഒരു അലോപ്പതി മരുന്ന് കഴിച്ചിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് സിറോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഈ ചില കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ലിവർ ടോക്സിക്കാണ്. അങ്ങനെയും ഒരു സ്പെഷ്യാലിറ്റിയും കുറച്ച് കാണുന്നില്ല. പക്ഷേ പച്ചന മരുന്ന് കൂടുതലും നമുക്ക് കാണാറുണ്ട്. സിറോസിസ് ഉണ്ടാക്കി അതിനകത്ത് ഹെപ്പറ്റസ് എല്ലാ ക്യാൻസേഴ്സ് ഉണ്ടാക്കി വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലിവർ സിറോസിസ് എത്രത്തോളം വില്ലനാണ്, എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും കേരളത്തിൽ ലിവർ സിറോസിസ് ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അത് നമ്മൾ ആൾക്കാളിനെ മാത്രമാണ് നേരത്തെ പഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആൾക്കാൾ മാത്രമല്ല വില്ലനായിട്ടുള്ളത്. ഇതിനകത്ത് നോട്ട് ആൾക്കാളിക് സ്റ്റേറ്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നൊരു അവസരമുണ്ട്. ആ നമ്മൾ ആൾക്കാൾ കഴിക്കാത്തവർക്കും സ്ത്രീകൾക്കും ഒക്കെ ഈ സിറോസിസ് ഉണ്ടാകാം. അപ്പം സിറോസിസിൻ്റെ കാരണങ്ങൾ മൾട്ടി ഫാക്ടോറിയലാണ്. ഒന്ന്, ഈ വൈറസുകളുടെ ഭാഗമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസോ അല്ലെങ്കിൽ സി വൈറസോ ബിയും ഡിയും ചേർന്ന വൈറസോ ചേർന്നിട്ട് ക്രോണിസിറ്റിയിലോട്ട് പോവുകയും ആ വൈറസുകൾ അകത്തിരുന്ന് പെറ്റുപെരുകി ലിവറിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പം ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഡ്യൂസ്ഡ് സിറോസിസ് ഉണ്ട്, സി ഇൻഡ്യൂസ്ഡ് സിറോസിസ് ഉണ്ട്. സി ആണെങ്കിൽ കുറച്ചുകൂടെ വില്ലനാണ്. അതിനകത്ത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ബിയെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാം. അല്ലാതെ സ്വയമേ സിറോസിസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ ഫോക്കസ് ഉണ്ടാകാം. ഈ ഒരു കാരണവും ഇല്ലാതെ ഉണ്ടാകാം. ഈവൻ വൈറ്റമിൻ പോലും അധികമായിട്ടുണ്ടാകുന്ന വൈറ്റമിൻ കഴിച്ചാൽ പോലും സിറോസിസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം സിറോസിസ് ഉണ്ടാകുന്ന സാധ്യതകളെന്ന് പറയാൻ നിരവധി അനവധിയാണ്. നൂറുകണക്കിന് സാധ്യതകളാണ് പല ഭാഗത്തുനിന്നും പ്രത്യേകിച്ചും നമ്മുടെ ഈ സാഹചര്യത്തിൽ കണ്ടുവരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സിറോസിസിൻ്റെ എണ്ണം പല മടങ്ങ് കൂടി വരികയാണ്. ഇപ്പം സ്ത്രീകളിലായാലും എൻ്റെ തന്നെ 2 കസിൻസിന്, അതായത് 40കൾക്ക് മുന്നേ ഉള്ള ഒരു ലഹരി ഉപയോഗിക്കാത്തവരായിരിക്കും. ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെന്ന് പറയുന്നവരുടെ ഇത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന സാധനം നമുക്ക് റിവേഴ്സിബിളാണ്. ശരിക്കും റിവേഴ്സിബിളാണ്. നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഫാറ്റി ലിവർ സിറോസിലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആദ്യം ഫാറ്റി ലിവർ കുറച്ച് സിവിയർ ആവും. അത് കഴിഞ്ഞ് ഫൈബ്രോസിസിലോട്ട് പോകും. ഫൈബ്രോസിസിന് തന്നെ പല ഗ്രേഡുകളുണ്ട്. നമുക്ക് ഫൈബ്രോ സ്കാൻ വഴിയും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സിറോസിസിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇറിവേഴ്സിബിൾ ആവുന്നത്. സിറോസിസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രോഗ്രസീവ് ഡിസീസാണ്. അതിനെ ഒരിക്കലും പഴയ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവന്ന് നന്നാക്കാവുന്നൊരിക്കലും ധാരണ വേണ്ട. അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറച്ച് നിർത്താമെന്നുള്ള ചികിത്സ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ലിവർ എടുത്ത് മാറ്റി മറ്റൊരാളുടെ ലിവർ വെക്കുകയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ലിവറിൻ്റെ പകുതി ഭാഗം എടുത്ത് വെക്കുകയോ ചെയ്യേണ്ടത്. അപ്പം അതാണ് സിറോസിസിന് അൾട്ടിമേറ്റ് റെമഡി. അത് കൂടുതലും നമ്മൾ ലിവർ ഫെയിലിയറിലോട്ടൊക്കെ പോകാൻ സാധ്യതയുള്ളവർക്കാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫാറ്റി ലിവറൊക്കെ എല്ലാം റിവേഴ്സിബിളാണ്. അത് ഒന്നായിട്ട് എക്സസൈസ് ചെയ്യുക, അന്നജത്തിൻ്റെ അംശം കുറയ്ക്കുക, ഈ ടോക്സിറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, ചില മരുന്നുകൾ, അതേപോലുള്ള സാധനങ്ങൾ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതാണ്, അതൊക്കെ കുറയ്ക്കുക, അല്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ. ഞാനൊക്കെ ചെയ്യുന്നതാണ് ഈ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഡോക്ടറെ അടുത്തൊന്നും പോകാണ്ട് കഴിക്കുന്നത്. അത് സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കുന്നതും അഭികാമ്യമല്ല. മൾട്ടി വൈറ്റമിൻ കൂടുതലും നമുക്ക് പല വൈറ്റമിൻസും നമുക്ക് ശരീരത്തിൽ ടോക്സിറ്റി ഉണ്ടാക്കുന്നതാണ്. ഈ വൈറ്റമിൻ ഡി വെറുതെ കഴിക്കുന്നതല്ല. നമ്മൾ അളവ് നോക്കിയിട്ട് ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ ഡി കഴിക്കാൻ പറ്റും. അത്ര ടോക്സിക് ആയിട്ടുള്ള സംഭവമല്ല വൈറ്റമിൻ ഇ കഴിക്കുന്നത്. അത് ലിവറിന് കുറച്ച് ഹെൽപ്ഫുള്ളുമാണ് ഈ കഴിക്കുന്നത്. പക്ഷേ വൈറ്റമിൻ എ നമുക്ക് സിറോസിസ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കാം, അങ്ങനെ പലതും ഉണ്ടാക്കാം. നമുക്ക് ഒരു മൾട്ടി വൈറ്റമിൻ സാധനം വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഘടകം മാത്രമായിട്ടല്ല കൊടുക്കുന്നത്, മിക്സായിരിക്കും. ആ ഒരു മിക്സായിരിക്കും നമ്മളെ ദോഷം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിരമായി കഴിക്കുന്നത് അഭികാമ്യമല്ല. ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ അങ്ങനെ എടുക്കുന്നത് പ്രശ്നമാണ്. ഒമേഗ 3 പ്രശ്നമില്ലാത്ത ഒരു അതിനകത്തും വൈറ്റമിൻ ഇ ആണ് മെയിനായിട്ടുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റീസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടി വരുന്നുണ്ട്. ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് ആവാം ഒരു കാരണം. അത് നമ്മുടെ ഉദര രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു ഏരിയയിൽ അത് എത്ര വില്ലനാണ്? ഡോക്ടറുടെ ഏരിയയിൽ വില്ലനാണെന്ന് മാത്രമല്ല, ഡോക്ടറുടെ ഏരിയയിൽ പരിഹാര മാർഗം ഉണ്ട് താനും. അത് ഒരുപക്ഷെ അധികം പ്രചാരം നേടാത്തൊരു ഏരിയയാണ്. അത് ഞാനെപ്പറ്റി പറയാം. ഡയബറ്റിസിനെക്കാട്ടി കൂടുതൽ ഡയബറ്റിസിൻ്റെ കോറിലേഷൻ, അതായത് ഡയബറ്റിസിൻ്റെ 80%
ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? 80%, 20% അല്ല 20 താഴെ 15% WHO കണക്കുള്ളൂ മാത്രമേ അതായത് നോർമൽ വെയിറ്റ് ഉള്ളവർക്ക് ഉള്ളൂ. ബാക്കി 85% ആൾക്കാർക്കും ഓവർ വെയ്റ്റ്. ഒബീസിറ്റി ഡെഫിനിഷൻ ഡിഫറെൻ്റായി, മനസ്സിലായില്ലേ? ഓവർ വെയ്റ്റ് അത് ഒബീസിറ്റി ആവാം, വെറും ഓവർ വെയ്റ്റ് ആവാം, മനസ്സിലായില്ലേ? അപ്പം ഇതിനെ മാത്രം കൺട്രോൾ ചെയ്താൽ 85% കുറയ്ക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 15-20% മാത്രമേ ഉള്ളൂ നോർമൽ വെയ്റ്റുള്ള ഒരാൾക്ക് ഇത് വരുന്നത്. അപ്പം ഈ ഒബീസിറ്റി കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസറും ഉൾപ്പെടെയുള്ള ഉദര രോഗങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഒരു കോറിലേഷനുണ്ട്, അല്ലാതെ ഡയബറ്റിസ് ഇന്നതുണ്ടാക്കും എന്നില്ല. ഇനി ഡയബറ്റീസിൻ്റെ ചികിത്സയെപ്പറ്റി ഞാൻ ഒന്ന് സൂചിപ്പിച്ചു. കീഹോൾ സർജറി വഴി ഡയബറ്റിസ് ക്യൂർ ചെയ്യാമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവില്ല. അതായത് പറഞ്ഞു വെച്ച് ദീർഘമായിട്ട് പറയേണ്ടി വരും. അതായത് ഈ ഡയബറ്റീസിനെ നിയന്ത്രിക്കുന്നത് ഗട്ട് ഹോർമോൺസാണ്. അപ്പോൾ ഗട്ട് ഹോർമോൺസിനെ 2 തരങ്ങളായിട്ട് നമുക്ക് വിഭജിക്കുകയാണെങ്കിൽ ഇൻക്രെറ്റിൻസ് എന്നും ആൻറ്റി ഇൻക്രെറ്റിൻസ് എന്നും 2 ഗ്രൂപ്പാണ്. അതൊരു തരത്തിലുള്ളതല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസാണ്. അത് ഇൻറ്റെസ്റ്റൈനാണ് ഉണ്ടാക്കുന്നത്. ആ ഇൻറ്റെസ്റ്റൈനിൽ ഉണ്ടാക്കുന്ന ഹോർമോൺസ് നമ്മുടെ ആമാശയത്തിന് തൊട്ട് താഴ്ഭാഗത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്താണ് ഇൻക്രെറ്റിൻസ് കൂടുതലുണ്ടാകുന്നത്. ചെറുകുടലിൻ്റെ അവസാന ഭാഗത്താണ് ഈ ആൻറ്റി ഇൻക്രെറ്റിൻസ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലായി, ചില രോഗികൾക്ക് നമ്മൾ ബൈപ്പാസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആമാശയം ചെറുകുടലിലോട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ ഈ ആദ്യ ഭാഗത്ത് ആഹാരം പതിക്കാതെ പോകും, മനസ്സിലായില്ലേ? ആഹാരം പതിക്കാതെ പോകുമ്പോഴത്തേക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടുന്ന ഹോർമോണുകൾ കുറയും. എന്നാൽ ദഹിക്കാത്ത ആഹാരം ചെറുകുടലിൻ്റെ വേറൊരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അവിടെ ആ ഹോർമോൺസ് കൂടും. അപ്പോൾ ഈ ഹോർമോൺ തമ്മിലുള്ള സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. അത് പാങ്ക്രിയാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ സെൻസിറ്റൈസ് ചെയ്യും. എന്നുവെച്ചാൽ ഇൻസുലിൻ ഉണ്ടാവണം, ആവശ്യത്തിനുണ്ടാവും. നമ്മുടെ കൂടുതലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടിട്ടാണ് ഈ ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാവണം, അതിനെതിരെ പ്രതിപ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ശരീരത്തിലുണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു സർജറി, സാധാരണ ഞാൻ ചെയ്യുന്ന സർജറി എന്ന് പറഞ്ഞാൽ സ്ലീവ് ഗ്യാസ്ട്രക്ടമി പ്ലസ് ഇലിയൽ ഇൻ്റർപൊസിഷൻ എന്ന് പറയും. അതായത് ഇലിയ എന്ന് പറഞ്ഞാൽ ചെറുകുടലിൻ്റെ അവസാന ഭാഗത്തെയാണ്. അത് ആമാശയത്തിൻ്റെ ഭാഗത്ത് കൊണ്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നേരെ ആഹാരം ഈ ചെറുകുടലിൻ്റെ അവസാന ഭാഗത്ത് വരികയും പിന്നെ നോർമൽ റൂട്ടിലൂടെ ആയിരിക്കും പോകുന്നത്. ഈ ഹോർമോണുകൾക്ക് വ്യതിയാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇൻസുലിൻ്റെ ശരീരത്തിൽ ഓൾറെഡി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ ഈ ആപേക്ഷികമായിട്ടുള്ള പ്രയോജനമുണ്ടല്ലോ, അത് കൂട്ടും, അതിൻ്റെ ക്ഷമത കൂട്ടും. ആ ക്ഷമത കൂട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇൻസുലിൻ എടുക്കേണ്ടാത്ത അവസ്ഥ. എൻ്റെ നിരവധി രോഗികളുണ്ട്, സാക്ഷ്യം പറയാനായിട്ട് അനവധി രോഗികളുണ്ട്. ഞാൻ ഏതാണ്ട് 14 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഡയബറ്റീസ് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് എൻഡോക്രൈനോളജിസ്റ്റ് പോലും നമ്മൾ ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് റെഫർ ചെയ്യാറുണ്ട്. അവർ എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഏകദേശം ഒരു 12 വർഷത്തിന് മുമ്പ് ചെയ്തതാണ്. എൻഡോക്രൈനോളജിസ്റ്റാണ് റെഫർ ചെയ്തത്. 400 യൂണിറ്റിലോളം ഇൻസുലിൻ എടുത്തിട്ട് കൂടി 4 തവണയായിട്ട് എടുത്തിട്ട് കൂടി കൺട്രോളിലല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഓഫ് മെഡിസിനാണ്. ഓക്കെ, അത് സാധാരണ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരൊക്കെ ഉണ്ടാവുന്ന എത്ര ഇഞ്ചക്ഷൻ എടുത്ത് ഗുളികയും കഴിച്ച് ഇങ്ങനെ സ്ഥിരകാലം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഇപ്പം ഒറ്റ സർജറി കൊണ്ട് മാറി. ഡോക്ടർ, അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് ഈ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഒരു സർജറി പരിഹാരമുണ്ട്, ഈ ബെറിയാട്രിക് സർജറി. എന്താണ് അതേപ്പറ്റി പറയാം? ബാരിയാട്രിക് സർജറി എന്നാണ് ശരിക്കും ഇലിയൻ പൊസിഷനോട്ടുള്ള പാത്ത് ഉണ്ടായത്. അവിടെയാണ് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നത്. ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത് നമുക്ക് നിയതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതായത് ഗൈഡ് ലൈൻസ്. ഇന്ന BMI വെച്ചിട്ടാണ് ഒരാളുടെ ഒബീസിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത്. അത് ഒരാളുടെ ഹൈറ്റിനെയും വെയ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു നിശ്ചിത BMI
കൂടുതലാണെങ്കിൽ ബാരിയാട്രിക് സർജറി ചെയ്തിരിക്കണമെന്നാണ് WHO പോലും ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് 32.5 BMI ഉണ്ട് എന്നിരിക്കട്ടെ, അതിനോടനുബന്ധിച്ച കോമോർബിഡിറ്റീസ്, അതായത് ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അതിനെയാണ് കോമോർബിഡിറ്റി എന്ന് നമ്മൾ പറയുക. 2 കോമോർബിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നടത്തിയിരിക്കണം. അതേപോലെ കോമോർബിഡിറ്റി ഇല്ലാതിരിക്കട്ടെ, 35 BMI എങ്കിൽ നിശ്ചയമായിട്ടും നടത്തിയിരിക്കണം. 40 മേലുള്ള നമ്മൾ സൂപ്പർ ഒബീസ് അല്ലെങ്കിൽ മോർബിഡ് ഒബീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്, അവർക്ക് നിശ്ചയമായിട്ടും ബാരിയാട്രിക് സർജറി നടത്തിയിരിക്കണം. ബാരിയാട്രിക് സർജറി പല തരത്തിലുണ്ട്. ബാരിയാട്രിക് സർജറി ഏറ്റവും സിമ്പിളായിട്ടുള്ള സർജറി എന്ന് പറഞ്ഞാൽ ആമാശയത്തിൻ്റെ ഒരു ഭാഗം നീക്കും. ആമാശയം ഏതായാലും 1.5 ലിറ്ററോളം വ്യാപ്തിയുള്ള, അതിനെ നിലനിർത്താൻ പറ്റുന്ന ഒരു അറയാണ്. അതിനൊരു 150 ml മാത്രം ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു അറയായിട്ട് മാറ്റുക എന്ന് പറയുന്നത്. അതിന് സാങ്കേതികമായിട്ടുള്ള ആ വ്യാപ്തിക്കുറവ് മാത്രമല്ല അതിനെ സഹായിക്കുന്നത്. നമ്മുടെ ആമാശയത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ആഹാരത്തോടുള്ള ആക്രാന്തം ഉണ്ടാകുന്നത്, വിശപ്പ്. മനസ്സിലായില്ലേ? ഈ ഗ്രലിൻ ഹോർമോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുതലും ആമാശയത്തിൻ്റെ ഈ വിസ്താരമുള്ള ഭാഗത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് ആഹാരം ചെന്ന് പതിച്ചില്ലെങ്കിൽ ഇവൻ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഹൈപ്പോതലാമസിൽ ആക്ട് ചെയ്തിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് തോന്നും. നമ്മൾ ഈ ഭാഗം കൂടി ചേർത്താണ് എടുത്ത് മാറ്റുന്നത്. അപ്പം ഇത് ആഹാരം അവിടെ ചെന്ന് പതിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? പതിച്ചാലേ എനിക്ക് സാറ്റിറ്റി ഫീലിംഗ് എന്ന് വെച്ചാൽ കഴിച്ചു എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഗ്രലിൻ്റെ ഈ ഹോർമോൺസിൻ്റെ സോഴ്സ് തന്നെ എടുത്ത് മാറ്റുന്നത് കാരണം നമുക്ക് ആഹാരം കഴിച്ചില്ലെങ്കിലും ജീവിക്കാം, അല്ലെങ്കിൽ എനിക്ക് വിശപ്പുണ്ടാവും, ക്ഷീണം ഉണ്ടാവില്ല എന്നുള്ള ഒരു തോന്നലുണ്ടാകും. പക്ഷേ അതുകൊണ്ട് എങ്ങനെ നമ്മുടെ ശരീരം മെലിയും? ശരീരം മെലിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് തന്നെ ചെയ്യണം. പക്ഷേ നമ്മൾ ഇത് ചെയ്യാതെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കഴിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് പ്രയോജനമില്ലാതാവും. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കഴിക്കാൻ തോന്നില്ല, വെള്ളം കുടിക്കാൻ തോന്നും, കഴിക്കാൻ തോന്നില്ല. നമ്മൾ ശരീരത്തിൽ നിന്ന് തന്നെ പോഷണങ്ങൾ എടുത്ത് നമ്മൾക്ക് വേണ്ടുന്ന ഊർജ്ജം വ്യയം ചെയ്യുന്നു. ബൈപ്പാസ് എന്ന് പറഞ്ഞ മറ്റൊരു സർജറിയാണ്. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഇടവഴി ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ബൈപ്പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയും അത് തന്നെ, നമ്മൾ ഹൃദയത്തിലുണ്ടാക്കുന്ന ബൈപ്പാസ് സർജറി അതൊക്കെ തന്നെ ഇടവഴി ഉണ്ടാക്കാം. അപ്പോൾ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ആമാശയത്തെ 2 അറകളായിട്ട് വേർതിരിച്ചതിന് ശേഷം അതിൽ ആദ്യത്തെ അറ ചെറുതായിരിക്കും, മുകളിലത്തെ അറ അതിനെ ചെറുകുടലുമായിട്ട് യോജിപ്പിക്കും. എന്ന് വെച്ചാൽ ആമാശയത്തിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യാപ്തി കുറവായിരിക്കും, ചെറിയ അറയായതുകൊണ്ട്. അതേപോലെ തന്നെ ആ അറയിൽ നിന്നും പെട്ടെന്ന് ആഹാരം ചെറുകുടലോട്ട് വിടും. ചെറുകിലോട്ട് വിടുമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ബൈപ്പാസ് ചെയ്തിട്ടാണ്, ഒരു 150-300 സെൻറ്റിമീറ്റർ ബൈപ്പാസ് ചെയ്തിട്ടാണ് ചെറുകുടൽ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയയിലുള്ള ആഗിരണം നടക്കില്ല. നേരെ ഒഴുകുക വഴി ഈ പേഷ്യൻ്റ് ആഗിരണം നടക്കാത്തതുകൊണ്ട്, ശരീരത്തിൽ അബ്സോർപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് ശരീരത്തിൽ പിടിക്കത്തില്ല. അപ്പോൾ ബൈപ്പാസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ റൂട്ടിൽ പോകേണ്ടിയിരുന്നപ്പോൾ അബ്സോർബ് ചെയ്യേണ്ടുന്ന ചില പ്രധാന മൂലകങ്ങളും ഘടകങ്ങളും ഉണ്ട്, വൈറ്റമിൻസ് അതേപോലുള്ള സാധനങ്ങൾ. അത് ഒരുപക്ഷെ നമ്മൾ നിശ്ചിത കാലയളവിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷനെ ഓറലി കഴിച്ചിട്ട് കാര്യമില്ല, കാരണം നോർമൽ റൂട്ടിൽ കൂടെ പോകത്തില്ല. അതുകൊണ്ട് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കേണ്ടി വരും ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക്. അതുപോലെ തന്നെ അനവധി ഡിസൈൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് രണ്ടുമാണ് കൂടുതലും ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഡോക്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന SK ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള ഡോക്ടറുടെ സ്വന്തം സ്ഥാപനത്തിലൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട കേസസ്, ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കേസ് പറഞ്ഞാൽ എന്തായിരിക്കും? പൊതുവേ കാണപ്പെടുന്ന ഇപ്പോഴും കാൾ വാട്ടർ സ്റ്റോൺസ് ആണ് പൊതുവേ കാണപ്പെടുന്നത്. ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പക്ഷേ കുറച്ച് കാലം പുറകോട്ട് പോകേണ്ടി വരും. ഒരു ശസ്ത്രക്രിയ തുടർന്നു, കഴുത്തിലെ തൈറോയിഡിൻ്റെ ശസ്ത്രക്രിയ തുടർന്ന് അന്നനാളം മുറിഞ്ഞു പോയൊരു സംഭവം വേറൊരു ഡിസ്ട്രിക്റ്റിൽ ഒരു പേഷ്യന് സംഭവിച്ചിട്ടുണ്ട്. അന്ന് 60കളായിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടവർ ആയിട്ടുള്ള ഒരു ലേഡി. തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് പിറ്റേ ദിവസം ആഹാരം കൊടുത്തപ്പം മുറിവിലൂടെ ആഹാരം ഇറങ്ങി വന്നു. അപ്പോൾ ആ ഡോക്ടർ പേടിച്ചിട്ട് വീണ്ടും പോയി ആ ഏരിയ തുറന്നു നോക്കി, ഡ്രെയിൻ വെച്ച് പറഞ്ഞു വിട്ടു.
പക്ഷേ വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് വീണ്ടും ഒലിക്കാൻ തുടങ്ങി. ആ രോഗിയെ അദ്ദേഹം വേറൊരു ഡോക്ടറുടെ അടുത്തോട്ട് വിട്ടു, സർജൻ്റെ അടുത്തോട്ട് വിട്ടു. ആ സർജൻ തൽക്കാലം അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്യൂബ്, ആമാശയത്തിലൊരു ട്യൂബ് ഇട്ട് കൊടുത്തു. നേരെ ആഹാരം ആമാശയത്തിലോട്ട് ട്യൂബ് വഴി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അദ്ദേഹം വിചാരിച്ചത് ഇതങ്ങ് ഉണങ്ങി ശരിയായിക്കോളുമെന്നാണ്. പക്ഷേ ഒരു 8 മാസത്തിന് ശേഷം ഈ രോഗി എന്നെ സമീപിക്കുമ്പോൾ ഒരു ചിരട്ടയിൽ തുപ്പിക്കൊണ്ടാണ് വരുന്നത്. കാരണം ഉമിനീര് പോലും താഴോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു എൻഡോസ്കോപ്പ് ഇട്ട് നോക്കുമ്പോൾ എൻഡോസ്കോപ്പ് നമ്മുടെ താടിയലിൻ്റെ താഴെ ഭാഗം വരെ പോകുന്നുള്ളൂ. കാരണം അതിന് അപ്പുറത്തേക്ക് കാണാനില്ല, അന്നനാളം കാണാനില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എൻ്റെ മറുവശം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നോക്കിയപ്പം ആമാശയത്തിൽ ട്യൂബ് ഇരിപ്പുണ്ട്. ആ ട്യൂബ് കടന്നുപോയ വഴിയിൽ കൂടെ ഞാൻ എൻഡോസ്കോപ്പ് ഇട്ട് മുകളിലോട്ട് നോക്കി. അപ്പോഴും അന്നനാളം ഒരു ഭാഗം ചെന്നിട്ട് അടഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ എനിക്ക് വീണ്ടും സംശയം തോന്നി, ഇത് അടുത്തടുത്തിരിക്കുന്ന അറകളാണോ? അപ്പോൾ അതിന് അന്ന് ആ കാലഘട്ടത്തിൽ 2 എൻഡോസ്കോപ്പ് ഭാഗ്യവശാൽ എൻ്റെ സ്യൂട്ടിലുണ്ടായതുകൊണ്ട് 2 എൻഡോസ്കോപ്പും ഒന്ന് മേളിൽ കൂടെയും ഒന്ന് താഴെ കൂടെ ഇട്ടിട്ട് എക്സ്റേ വെച്ച് അടിച്ചു നോക്കിയപ്പോൾ ഒരു 1.5 കശേരുകളോടും എന്നെ അന്നനാളം കാണാനില്ല. മുറിഞ്ഞു 2 വശത്തേക്ക് വലിഞ്ഞു പോയിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആമാശയത്തിനകത്ത് ആൾറെഡി ട്യൂബ് ഇട്ടിരിക്കുന്ന കാരണം നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെ അന്നനാളം മുറിയാണെങ്കിൽ അന്നനാളം തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. പകരം അതിന് യോജിക്കുന്ന ഏതെങ്കിലും ഒരു അവയവത്തിനെ കുഴലാക്കി മാറ്റി അവിടെ കൊണ്ടുവരിക ചെയ്യുന്നത്. അത് കൂടുതലും കൊണ്ടുവരുന്ന ആമാശയത്തെയാണ്. ഇപ്പോൾ ആമാശയത്തിനകത്ത് ട്യൂബ് ഇട്ടിരിക്കുന്ന കാരണം അത് പറ്റില്ല. അപ്പോൾ വൻകുടലാണ് പിന്നെ അടുത്ത ചോയ്സ്. ചെറുകുടൽ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ചെറുകുടലിൻ്റെ രക്തഓട്ടം അവിടെ വരില്ല. വൻകുടലിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രക്തഓട്ടമുള്ള സംഭവമാണ്. അപ്പോൾ വൻകുടലിൻ്റെ ഒരു ഭാഗത്ത് മുറിച്ച് അത് രക്തഓട്ടത്തോടു കൂടി തന്നെ മുറിക്കും. വൻകുടലിനെ വെറുതെ ഒരു ഗ്രാഫ്റ്റായിട്ട് കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. അതിൻ്റെ രക്തഓട്ടം നമുക്ക് ഈ സാധനം ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് രക്തം ചെല്ലണമല്ലോ. അതേപോലെ ഒരു ഇത്രയും നീളമുള്ള കുഴൽ മുറിച്ച് രക്തഓട്ടത്തോടു കൂടി ഹൃദയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ കഴുത്ത് തുറന്ന് ഈ അന്നനാളത്തിൻ്റെ മുറിഞ്ഞുപോയ അറ്റുപോയ അതുമായിട്ട് യോജിപ്പിച്ച് താഴെ അത് ആമാശയത്തിൻ്റെ അറയിലോട്ട് കണക്ട് ചെയ്ത് അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലോട്ട് ചെയ്തു. ഈ ചെയ്യുമ്പോൾ പോലെ കീഹോൾ സർജറി വഴിയാണ് അന്ന് ചെയ്തത്. 2011 ചെയ്തത്. അന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാനാണ് ലോകത്താദ്യമായി അതിന് കീഹോൾ സർജറി ചെയ്തതെന്ന്. പിന്നാണ് അറിയുന്നത്. പക്ഷേ അന്നത്തെ ഒരു ധൈര്യം കൊണ്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ അതിനകത്ത് കീഹോൾ സാധ്യമാണല്ലോ എന്ന് ഓർത്തിട്ട് അവരെ രക്ഷിക്കുക എന്നുള്ളത് അതായിരുന്നു ചെയ്തത്. പക്ഷെ അവർ സ്ഥിരം വിസിറ്റിന് വരുന്നുണ്ട്, റിവ്യൂവിന് വരുന്നുണ്ട്, ഇപ്പോഴും ആഹാരം ഭംഗിയായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ ആഹാരം അന്നനാളത്തിൻ്റെ ഈ ഭാഗത്ത് ചെന്നിട്ട് പിന്നെ വൻകുടലിറങ്ങി പിന്നെ ആമാശയത്തിൽ പോകുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, എനിക്ക് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ തോന്നിയത് നമ്മൾ ഈ കൈയും കാലും കണ്ണും ഒക്കെ പറയുന്ന പോലെ ആണ് ഡോക്ടർ അന്നനാള, ആമാശയം, വൻകുടലും ചെറുകുടലിൻ്റെ ഒക്കെ കഥകൾ പറയുന്നത്. അങ്ങനെ ഒരു ഡോക്ടറോട് ഒരു വൈൻഡപ്പ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കട്ടെ, ഈ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഓർഗനൊന്നും പ്രശ്നമായി എൻ്റെ അടുക്കൽ വരാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എന്താ? നമ്മുടെ ഈ കെട്ടകാലത്ത് ജീവിക്കുന്നവർക്ക് ഒരു ഗോൾഡൻ റൂൾ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമല്ല ഇതൊന്നും. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും റേഡിയേഷൻസ് ഉണ്ട്, നമുക്ക് ജനിതകമായിട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്, നമുക്ക് ശരീരത്തിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹാബിറ്റ്സും നമ്മുടെ ഫുഡും ആണ് അല്ലേ. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ വ്യായാമം ഇല്ലാത്തുള്ള ഹാബിറ്റ് മാറ്റുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, പിന്നെ ഈ നല്ല ഫുഡ് കഴിക്കുക. അതൊക്കെ വ്യായാമം നമ്പർ 1 ആണ് ഇതിനകത്ത് പറയാനുള്ളത്. ഡോക്ടർ, അപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്കറിയാം സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. ഈ 1 മണിക്കൂറോളം സമയം നമ്മളോട് ചിലവഴിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.